മൗലാന മുഹമ്മദ് അലിയുടെ സെക്രട്ടറി ആയിട്ടാണ് കാക്കിനാട സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നിലകൊണ്ടത്. ഇതൊക്കെ ചരിത്രമല്ല, ഞാൻ ചുരുക്കി പറയുകയാണ്. ആ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തി എന്ന പുസ്തകത്തിൽ അൽമോറയിൽ നിന്ന് കണ്ടെടുത്തൊരു ലെറ്റർ സ്വാമി വിവേകാനന്ദൻ്റെ കത്തിലുണ്ട്. ഭാവി ഭാരതം, ഭാരതത്തിൻ്റെ അദ്വൈതവും ഇസ്ലാമിക ശരീഅത്തും കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാവി ഭാരതത്തെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അതേപോലത്തെ ഒരു ഭാവി ഭാരതത്തെ കെട്ടിപ്പടിക്കാൻ പറ്റുന്ന നേതാക്കളാണ് തങ്ങളും സതീശൻ അവർക്കും. അതേപോലെയുള്ള കുറേ നേതാക്കന്മാർ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അവർ രംഗത്ത് വരണം, ഒന്നുകൂടെ മുമ്പോട്ട് വന്ന് പ്രവർത്തിക്കണം. തീർക്കാക്കര ആ പ്രവർത്തിച്ചതിൻ്റെ മെച്ചം നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു. അതേപോലെ ഈ കേരളം ഈ അന്ധകാരത്തിൽ നിന്ന് ഉണർന്ന് മഹാഭാരതത്തിന് മാതൃക കാണിക്കുന്ന ഒരു സുന്ദരദേശമാകട്ടെ. പണ്ട് അറബി ലീഗിൻ്റെ സെക്രട്ടറി വന്നപ്പോൾ കേരളമല്ല അത് ഹൈറുള്ളയാണെന്ന് പറഞ്ഞത്, അള്ളാഹു തന്ന പാരിതോഷികം. അങ്ങനത്തെ ഈ കേരളം ഇനിയും മാതൃക കാണിക്കും. ഇപ്പം സംസാരിച്ച കാരണവന്മാർ ഒക്കെ കണ്ടില്ല നമ്മൾ. ഞാൻ എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു ഫാദർ ചക്കാലക്കൽ, മരിച്ചുപോയി. സോഷ്യൽ വെൽഫെയറിൻ്റെ സെക്രട്ടറിയായി ബാംഗ്ലൂരിൽ ജവനം ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ വന്ന എല്ലാ അച്ഛന്മാരും എൻ്റെ സ്നേഹിതന്മാരാണ്. ഇപ്പം അടുത്തുണ്ടായിരുന്ന തോമസ് പുളിക്കൽ, അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി നാശമായിട്ട് ഇപ്പോൾ അവിടെ സെമിനാരിയിൽ താമസിക്കുകയാണ്. എന്നെ വിളിച്ചിട്ടുണ്ടായി. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ചെമ്പമുക്കലെ സെമിനാരിയുടെ ഇന്ന് മൂപ്പരതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, പ്രസന്ന മുഖം. അപ്പോൾ എങ്ങനെ ഉണ്ടാച്ചപ്പോൾ വളരെ സുഖം. എൻ്റെ അനുജൻ എനിക്ക് കിഡ്നി തന്നത്, യുവൻ്റെ നിങ്ങൾ ചേട്ടൻ അനുജൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് സന്തോഷം എന്നും പറഞ്ഞ് പിരിഞ്ഞു. അതേപോലെ തന്നെയാണ് എനിക്കൊരു ചെറിയ ക്യാൻസർ ഉണ്ടായി. ഞാൻ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ മാറി 28 റേഡിയേഷൻ നടത്തി. അങ്ങനെ ഒരു ക്യാൻസർ ജീവനം വന്നു അമൃതയിൽ. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അന്ന് ലീലാദാമോദര മേനോനും ഞാനുമാണ് പ്രധാന ഗസ്റ്റുകൾ. അപ്പോൾ അന്ന് പൂർണ്ണാനന്ദ സ്വാമി, ഞങ്ങൾ സ്നേഹിതന്മാരാണ്. അങ്ങനെ പൂർണ്ണാനന്ദ സ്വാമി അമ്മയുടെ ഫോട്ടത്തിന് ഒരു ആരതി അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ ആരതി കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ മുപ്പര് പറഞ്ഞു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ തൊട്ടേ പറഞ്ഞത് അതുപോരാ. സ്വസ്തി പ്രജാപരിപാലയന്ത ന്യായേണ മാർഗേണ മഹിമൈഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചെല്ലണം. ലോകം ശുഭമാവണമെങ്കിൽ എന്ത് വേണം? ഗോക്കളെ സംരക്ഷിക്കണം, ബ്രാഹ്മണരെ സംരക്ഷിക്കണം, പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും. അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി. ബ്രാഹ്മണൻ എന്താണ് അർത്ഥം? അത് ധർമ്മപദം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പാലി ഭാഷ അറിഞ്ഞുകൂടാ. ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ബ്രാഹ്മണന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മനസ്സാൽ, വാക്കാൽ, ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കൃത്യം ആർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ. അല്ല പൂണൂലുട്ടവെന്നല്ല ബ്രാഹ്മണന്റെ അർത്ഥം. മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ദുഷ്കൃത്യങ്ങളില്ലാത്തവനാണ്. ആ ദുഷ്കൃത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മൂസാമലി പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ എടാ മകനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം. എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കണം, ഏകോദര സഹോദരമായി ജീവിക്കണം.